ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ദോശയാണ് ചെയ്യാൻ പോകുന്നത്. റാഗിയും ചെറുപയറും ഒക്കെ വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ദോശയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെറുപയറും റാഗിയും കൂടെ കുതിർത്ത് വയ്ക്കണം. ഒരേ അളവിലാണ് റാഗിയും ചെറുപയറും എടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ 1/2 കപ്പ് റാഗിയും 1/2 കപ്പ് ചെറുപയറുമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 1 സ്പൂൺ ഉലുവയും കൂടി ഇട്ടിട്ട് നമ്മൾ ഇപ്പോൾ രാവിലത്തേക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ രാത്രി കുതിർത്ത് വയ്ക്കുക. അതല്ല രാത്രിത്തേക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ രാവിലെ കുതിർത്ത് വയ്ക്കുക. ഇതിപ്പോൾ ഞാൻ കുതിർത്ത് വെച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രി തന്നെ ഞാൻ കുതിർത്ത് വെച്ചു. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് ഇത് കുതിർത്ത് വയ്ക്കുക. ഇനി നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ആവശ്യമുണ്ട്. ഒരു പിടി തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ജീരകം, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന പോലെ വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് വേണമെങ്കിൽ നമുക്കിടാം. ഞാൻ ഇട്ടിട്ടില്ല. വറ്റൽമുളകോ പച്ചമുളകോ ഇടാം. എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചിട്ട് ഒരു ബൗളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നമുക്ക് അരച്ച ഉടനെ തന്നെ ചുട്ടെടുക്കാം. ഫെർമെൻറ്റേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഒരുപാട് ലൂസായി പോകണ്ട. അപ്പം ഒരുപാട് കട്ടിയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കാം. നമുക്കിങ്ങനെ പരത്തിയെടുക്കണം. ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ തയ്യാറാക്കാൻ. ഇനി നമുക്ക് ദോശ ചുടാം. അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നെയ്യും കൂടി വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോഴത്തേക്ക് നെയ്യും കൂടെ ഉരുകി കിട്ടും. നെയ്യൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. പാനും ചൂടായി. ഇനി നമുക്ക് ഒരുപാട് ചൂടാണെങ്കിൽ നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ചൂടൊന്ന് ബാലൻസ് ആവും. എന്നിട്ട് ഈ മാവ് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് പരത്തി എടുക്കണം. നല്ല നൈസായിട്ടുള്ള ദോശയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഇനി ഇതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. പക്ഷെ നെയ്യ് ഒഴിക്കുമ്പോഴാണ് അതിന് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് മുരിച്ചെടുക്കാം. കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ചുട്ടെടുത്താൽ മതി. അല്ലെങ്കിൽ തണുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. കുട്ടികളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ നമ്മുടെ ദോശ റെഡിയായി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്